കുറച്ചും കൂടി മുന്നോട്ട് പോവാം. ദൂരം ഒരുപാട് കിടക്കല്ലേ, കാണാം. ദേ അവിടെ നിൽക്കേ. എന്താ രാജു? എന്തു പറ്റി രാജു? കാറ് സ്റ്റാർട്ടാവുന്നില്ല. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. കാറ് ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. ബ്രേക്ക് ഡൗൺ ആയോ? എന്തു പറ്റിയതാ? അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും രാജു? വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വരാതെ കാർ എടുക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ. ഞാനേ ആ ഗൗതത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടുന്നില്ല, റേഞ്ചില്ല. രാജു എനിക്ക് പേടിയാവുന്നു. ഹേ, പേടിക്കാതെ, ഞാനുണ്ടല്ലോ കൂടെ. അല്ല, നേരെ ഇരുട്ടാറായല്ലോ. അതെ, പെട്ടെന്ന് ഇരുട്ടുകയും ചെയ്യും. എന്തായാലും ഈ കാറുമായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ആനകളും കാട്ടുപോത്തൊക്കെ വഴിയിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രാജു? ഇന്ന് രാത്രി ഈ കാറിൽ തന്നെ കഴിച്ചു കൂട്ടാം. കാറിലോ? ആ, അതേ മാർഗമുള്ളൂ. ഈ പ്രദേശത്താണെങ്കിൽ റേഞ്ചും ഇല്ല. റേഞ്ച് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. രണ്ടെണ്ണം എൻ്റെ കെണിയിൽ വന്ന് വീണു. ഇന്ന് രാത്രിയില് ഈ കാറിൻ്റെ അകത്ത് തന്നെ രണ്ടിൻ്റെയും താമസം. കാറ് സഹിതം കൊക്കയിലേക്കും. കേസുമില്ല, പുക്കാറുമില്ല. ഈ കാട്ടിൽ വന്നിട്ട് നമുക്ക് സ്വസ്ഥതയില്ലല്ലോ രാജു. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. വാ. പതുക്കെ. അയ്യോ രാജു. രാജു എനിക്ക് പേടിയാവുന്നു. ഏയ്, നീ പേടിക്കാതെ, അതങ്ങ് ദൂരെയാ, ഇങ്ങോട്ടൊന്നും വരില്ല. ഏയ്, നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് ദൈവം നമ്മളെ കാത്തോളം ഋതു, പേടിക്കണ്ട. അത് വല്ല മാനോ മറ്റോ ഓടിപ്പോയതായിരിക്കും. രാജു, എനിക്ക് വിശന്നിട്ട് വയ്യ. സാധാരണ കാറില് ബിസ്ക്കറ്റും വെള്ളമൊക്കെ സൂക്ഷിക്കാറുള്ളതാ. ഇന്ന് അതുമില്ല. ഋതു, കാറിൽ കയറിയിരുന്നോ? ഞാനിപ്പോ വരാം. രാജുവിടെ പോവാ? വിശപ്പിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്താം. അതൊന്നും വേണ്ട, വിശപ്പ് ഞാൻ സഹിച്ചോളാം. അങ്ങനെ നീ ഇപ്പൊ വിശപ്പ് സഹിക്കണ്ട. രാജു വേണ്ട, പറയുന്ന കേക്ക്. വന്നേ, വാ.